നിളയുടെ തീരത്ത് കുംഭമേളയ്ക്ക് ഇന്ന് ധർമ്മധ്വജമുയരും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠരും വിശ്വാസികളും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ തിരുനാവായിൽ എത്തിത്തുടങ്ങി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ധ്വജാരോഹണം നടത്തുക. മാഘഗുപ്ത നവരാത്രി ആരംഭ ദിനമായ ഇന്ന് രാവിലെ മുതൽ നിളയിൽ പുണ്യസ്നാനം ആരംഭിക്കും. വിവരങ്ങൾ അരുൺ ആനത്തൂരും ശില്പ ശിവയുമാണ് നൽകുന്നത്. അരുൺ, സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു വലിയ സന്തോഷം, ഒരു പക്ഷേ സ്വത്വം വീണ്ടെടുക്കുകയാണ് ഭാരതത്തിൽ ഇപ്പോൾ നിലവിലെ എല്ലായിടങ്ങളിൽ. അതിൻ്റെ ഭാഗമായി 250 വർഷം മുമ്പ് ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുന്നിൽ ഇല്ലാതായി പോയ ഒരു മഹത്തായ കൂട്ടായ്മ, ഒരു മഹത്തായ ചടങ്ങിത വീണ്ടും ഇവിടെ ഉയരുകയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്കാണ് ഈ നിളാതീരം കടക്കുന്നത്, അല്ലേ ശില്പ? അതായത് നമുക്കറിയാം കുംഭമേളയിൽ എന്താണ് പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് ചോദിച്ചാൽ അതിലെല്ലാവരും ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്ന് എന്നുള്ളത് നിള സ്നാനവും അതുപോലെ തന്നെ നിള ആരതിയുമാണ്. അതിലിപ്പോൾ നിള ആരതിയിലേക്ക് കടന്നിരിക്കുന്ന സന്യാസി സ്നാനത്തിലേക്കുള്ള യാത്രയാണ്. ആദ്യം തന്നെ ജൂനാഘാടയുടെ മഹാമണ്ഡലേശ്വരായ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് സ്നാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതെ, നീള സ്നാനത്തിന് വേണ്ടി സന്യാസി വര്യന്മാരൊക്കെ എത്തിയിരിക്കുന്നു. ഏതായാലും ഈ ഒരു കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്നുള്ളത് അത് നിളാസ്നാനം തന്നെയാണ്. ആ നിളാസ്നാനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. 8:30 മുതൽ തന്നെ നിളാസ്നാനം ഇന്ന് നടത്താം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം സംഘാടകർ അറിയിച്ചിരുന്നത്. ഇപ്പോഴേതായാലും സ്വാമിജി സംസാരിക്കുന്നതിലേക്ക് കൂടെ കടക്കുന്നുണ്ട്. ശ്യാമ, നമുക്ക് അദ്ദേഹം ഈ മഹാമാഘ മഹോത്സവത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നതെന്ന് കൂടെ കേൾക്കാം. വേദവിദ്യാർത്ഥികളുടെ വേദോച്ചാരണത്തോടെയുള്ള വേദമന്ത്രങ്ങളോടെയാണ് എല്ലാ ദിവസവും രാവിലെ 8:30 മാഘസ്നാനം നടക്കുന്നത്. അതിന് മുമ്പും അതിന് ശേഷമൊക്കെ തുടർന്ന് എല്ലാ സമയത്തും സ്നാനം ചെയ്യുന്നത് വിശിഷ്ടം തന്നെ ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ ദിവസവും രാവിലെ 8:30 വേദഘോഷത്തോടെയുള്ള സ്നാനം നടക്കും. ആ സ്നാനത്തിന് ഗായത്രി ഗുരുകുലം ആചാര്യൻ അരുൺ പ്രഭാകർജിയുടെ നേതൃത്വത്തിൽ വേദഘോഷങ്ങളോടെയാണ് ആ സ്നാന ചടങ്ങ് നടക്കുക. മാഘ പ്രതിപദമായ നവരാത്രിയുടെ മാഘപ്രതിപദമായി ഇന്ന് ആ മാഘസ്നാനത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിൽ ചൊല്ലുന്ന മന്ത്രങ്ങളെ കുറിച്ചിട്ടുള്ള ചെറിയ വിവരണം ഗായത്രി ഗുരുകുലത്തിൻ്റെ ആചാര്യൻ നൽകും. വേദഘോഷണം അതിനെ തുടർന്ന് മാഘസ്നാനത്തിൻ്റെ മുന്നോടിയായി സ്നാനത്തോട് അനുബന്ധിച്ച് വേദഘോഷത്തോടു കൂടിയാണ് ആരംഭിക്കേണ്ടത് എന്ന് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി തൃപാദങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. അതുപ്രകാരം വേദഘോഷത്തോടു കൂടിയാണ് ആരംഭിക്കാൻ പോകുന്നത്. സാമ്പ്രദായികമായി ഗുരുസ്മരണയോടുകൂടിയും ഗുരുസ്മരണ സമസ്ത ഗുരുക്കന്മാരുടെയും ആദിഗുരുവായ ദക്ഷിണാമൂർത്തി, തുടർന്ന് ഗണപതി മന്ത്രങ്ങൾ, ഗണപത്യ മന്ത്രങ്ങൾ, ഗണപതി സൂക്തം, ഗണപതി അഥർവ ശീർഷം, തുടർന്ന് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പ്രേരണയാണ് എന്നുള്ളത് കൊണ്ട് ഋഗ്വേദീയമായ അഗ്നി സൂക്തം. ഇത് ത്രിവേണി സംഗമമാണ്. ഇവിടുത്തെ അധിദേവത നാരായണൻ ആയതുകൊണ്ട് വിഷ്ണു സൂക്തം ഇത്യാദി സൂക്തങ്ങളെ ജപിച്ചതിന് ശേഷം അപ്ദേവതകളെ ആവാഹിക്കുകയും സപ്തതീർത്ഥങ്ങളെ ആവാഹിക്കുകയും ചെയ്യുന്നതിനുള്ള മന്ത്രങ്ങളും സപ്തശുദ്ധി ഇന്ദ്രിയ മനോബുദ്ധികളെ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയുള്ള സപ്തശുദ്ധിയാദി മന്ത്രങ്ങളും ചൊല്ലിക്കൊണ്ട് നാരായണ ധ്യാനത്തോടു കൂടിയാണ് ഈ ചടങ്ങ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ചടങ്ങ് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം സമയമെടുക്കും. ക്ഷമയോടുകൂടി എല്ലാവരും വേദം കേൾക്കുക. വേദം സ്വയംഭൂവാം സാക്ഷാൽ നാരായണൻ ഇതി ശ്രുതം എന്ന് ശ്രീമദ് ഭാഗവതം പറഞ്ഞിട്ടുള്ളത് പോലെ വേദം എന്ന് പറയുന്നത് പ്രത്യക്ഷ നാരായണൻ ആയതുകൊണ്ട് വേദം കേട്ടുകൊണ്ട് വേണം എല്ലാ ചടങ്ങുകളും ആരംഭിക്കുവാൻ. അതുകൊണ്ട് ആദ്യം
ഒരു 10-15 മിനിറ്റ് വേദം ചൊല്ലി അതിനുശേഷമാണ് സ്നാനത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. വേദഘോഷത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ചുരുക്കം ആരംഭിക്കാമല്ലോ. ശരി. ബ്രഹ്മാ വിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ പരയോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശതധാരമുത്സമക്ഷീയമാണം വിപശ്ചിതം പിതരം വക്വാനാം വേളിം മദന്തം പിത്രോരുപസ്ഥേതം രോഗസീ വിവൃതം സത്യവാചം. ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः സീദസാദനം. ഓം ഗണപതയേ നമഃ. ഗണപതി സൂക്തം. ഇന്ദ്രക്ഷുമന്ദം ചിത്രൻ രാമൻ സംഗ്രഹായ മഹാഹസ്തി ദക്ഷിണേന വിദ്മാഹിത്വാ തു വികൂർമിൻ തു വിരേഷ്ണൻ തു വിമാഘം തു വിമാത്രമവോഭിഃ നഹിത്വാ ശൂരദേവാനമർത്താസോദിൽ സന്നന്തം ഭീമന്നഗാവാരയന്തേ ഏതോന്വിന്ദ്രൻ സവാമേശാനൗവസ്വസ്വരാജം നരാദാസാമർദ്ദിഷന്നഃ പ്രസ്തോഷതുപാഗാസിഷശ്രവത്സാമാഗീയമാനം അഭിരാദസാജുഗുരദ ആനോ ഭരദക്ഷിണേനാഭിസവ്യേന പ്രമൃഷ ഇന്ദ്രമാനോ വസോ നിർഭാഗ ഉപക്രമസ്വാഭാരദൃഷദാ ദൃഷ്ണോ ജനാനാം അദാശുഷ്ടരസ്യ വേദ ഇന്ദ്രയമുനുതേ അസ്തി വാചോ വിപ്രേഭിः സനിത്വഃ അസ്മാഭിः സുദൻസാനുഹി സദ്യോജുവസ്തേ വാചാ അസ്മഭ്യോ വിശ്വശ്ചന്ദ്ര വശൈശ്ച മക്ഷുജാരന്തേ ഗണാനാൻ ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः സീദസാദനം. വിഷുസീദ ഗണപതേ ഗണേഷു ത്വാമാഹുർവിപ്രഥമം കവീനാ നൃദേ ത്വത്ക്രിയതേ കിഞ്ചനാരേ മഹാമർഗം മാഘവൻ ചിത്രമർച്ച അഭിഖ്യാനോ മഘവന്നാഥമാനാൻ സഖേ ഗോരിവാസുപദേശഹീനാം രണം ഗൃതിരണഗൃത്സത്യസുഷ്മാ
പ്രഥമ സൂക്തമായ അഗ്നിയെ സ്തുതിക്കുന്ന അഗ്നി സൂക്തം സമസ്ത പ്രചോദനങ്ങളുടെയും അടിസ്ഥാനം അഥവാ ഇച്ഛാശക്തി കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു മാഘമഹോത്സവം നടക്കാൻ പോകുന്നത്. അതിന് ഇച്ഛാശക്തിയുടെ അധിഷ്ഠാന ദേവത അഗ്നിയാണ്. ആ അഗ്നിയെ സ്തുതിക്കുന്ന അഗ്നി സൂക്തമാണ് ഇനി ഇവിടെ ഉരുക്കഴിക്കാൻ പോണത്. അഗ്നിമേള പുരോഹിതയജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നധാതമം അഗ്നിപൂർവേഭിർഷിഭിരേഭ്യോ നൂതനൈരുത സദേവാ ഏഹ ഭക്ഷതി അഗ്നിനാരയിമശ്നവത്പോഷമേവ ദിവേ ദിവേ യശസം വീരവത്തമം അഗ്നേയം യജ്ഞമധ്വരം വിശ്വത പരിഭൂരസി സ ദേവേഷു ഗച്ഛതി അഗ്നിർഹോതാ കവിക്രതു സത്യശ്ചിത്രശ്രവസ്തമഃ ദേവോ ദേവേഭിരാഗമത് യദംഗദാശുഷേ ത്വമഗ്നേ ഭദ്രം കരിഷ്യസി തവേദ സത്യമംഗിരഃ ഉപത്വാഗ്നേ ദിവേ ദിവേ ദോഷാവസ്തദ്ധിയാ വയം നമോ വരന്തകേമസി രാജന്തമധ്വരാണാം ഗോപാമൃതസ്യ ദീദിവിം വർദ്ധമാനം സ്വേദമേ സനപ്പിദേവ സൂനവേഗ്നേ സൂപായനോ ഭവ സജസ്വാന സ്വസ്തയേ. ഓം ശാന്തി ശാന്തി ശാന്തി. നാവാമുകുന്ദന്റെ കണ്ണോട്ടത്തിൽ നടക്കുന്ന പാവനമായ ചടങ്ങായതുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിനെ സ്മരിച്ചുകൊണ്ട് വിഷ്ണു സൂക്തത്തോടുകൂടി ഇവിടെ വേദം പാഠം പൂർണ്ണമാവുകയാണ്. ശേഷം വൈദിക സ്നാനം അഥവാ തീർത്ഥസ്നാനത്തിന് മാഘസ്നാനത്തിന് ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ദേവാ അവന്തു നോ യതോ വിഷ്ണുർവിചക്രമേ പൃഥിവ്യാ സപ്തധാമഭിഃ ഇദം വിഷ്ണുർവിചക്രമേ ത്രേധാനിധരേ പദം സമൂഢമസ്യ പാംസുരേ ത്രീണി പദാ വിചക്രമേ വിഷ്ണുർഗോപാ അദാഭ്യഃ അതോ ധർമാണി ധാരയन् വിഷ്ണോ കർമാണി പശ്യതയ്യതോ പ്രതിപസ്പശേ ഇന്ദ്രസ്യ യുജ്യഃ സഖാ തദ്വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂരയാഃ ദിവി ചക്ഷുരാദദം തദ്വിപ്രാസോ വിപന്യവോ ജാഗൃവാംസസമിം ദദേ വിഷ്ണോര്യത് പരമം പദം. ഓം ശാന്തി ശാന്തി ശാന്തി. ഞാൻ വായിക്കുന്നു. സ്നാനത്തിന് തയ്യാറായി വന്നവരെല്ലാവരും തന്നെ നദിയിലേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്നാനത്തിന് തയ്യാറായി വന്നവർ മഹാമണ്ഡലേശ്വര ഉത്പാദനങ്ങൾ ഒരുമിച്ച് ആദ്യത്തെ സ്നാനം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർ എല്ലാവരും തന്നെ പുണ്യതീർത്ഥത്തിലേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അങ്ങനെ കുംഭമേളയിലെ പ്രധാന ചടങ്ങിലേക്ക്
കടക്കുകയാണ്. നിലാസ്നാനം, അതെ, ആദ്യത്തെ സ്നാനത്തിന് മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് നേതൃത്വം നൽകിക്കൊണ്ടുള്ള നിലയിൽ കിഴക്കോട്ട് സൂര്യനെ ജലം അഞ്ജലിയിലെടുത്ത് സപ്തതീർത്ഥങ്ങളെ ആവാഹിക്കുന്നതിനുള്ള മന്ത്രമൊന്ന് ജപിച്ച് സങ്കൽപ്പിച്ച് തീർത്ഥത്തിലേക്ക് തന്നെ സമർപ്പിക്കുക. മന്ത്രം ചൊല്ലണമെന്നില്ല, അറിയുന്നവർക്ക് ചൊല്ലാം. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേശ്വരി സന്നിധ്യം കുരു. ഇത്രയും ചെയ്തു കഴിഞ്ഞ് തിരുമൂർത്തിയിൽ നിന്നും ആരംഭിച്ച് സപ്തതീർത്ഥങ്ങളെ 7 കൈവഴികളായി പിരിഞ്ഞ് 7ഉം ഒന്നായി ചേർന്ന് നവാമുകുന്ദൻ്റെ പാദങ്ങൾ തഴുകി, ചമ്മഴത്തപ്പൻ്റെ പാദങ്ങൾ തഴുകിക്കൊണ്ട് സിന്ധുസാഗരം എന്ന അറബിക്കടലിൽ ചെന്ന് പതിക്കുന്ന ഈ നിളാസിന്ധുവിനെ മനസ്സുകൊണ്ടെന്ന് പരിപൂർണമായി ഭാവന ചെയ്ത് അത് ദേവതാസ്വരൂപമാണെന്ന് സങ്കൽപ്പിക്കുക. മാഘസ്നാനത്തിന് ആദ്യത്തെ അനുവാദം സന്യാസിമാർ ഒഴികെ മറ്റുള്ളവരെല്ലാവരും തന്നെ അവനവൻ്റെ പിതൃക്കളെ സ്മരിച്ച് പിതൃപരമ്പരകളോട് മാഘസ്നാനത്തിനുള്ള അനുവാദം ചോദിക്കുക. പിതൃപരമ്പരകളുടെ അനുവാദം ലഭിച്ചതിനു ശേഷം അവനവൻ്റെ പരദേവതയോട് അനുവാദം ചോദിക്കുക. മാഘസ്നാനത്തിനുള്ള അനുവാദം അവനവൻ്റെ പരദേവതയോട് അനുവാദം ചോദിച്ച് സ്വഗുരുപാരമ്പര്യത്തോടും അനുവാദം ചോദിക്കുക. അവനവൻ്റെ ഗുരുപാരമ്പര്യത്തോട് അനുവാദം ചോദിക്കുക. ഈ ദിവ്യമായ ഭൂമിയിൽ അധിവസിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന ത്രിത്വം, ത്രിമൂർത്തി സംഗമവേദിയായ ഇവിടുത്തെ അധിഷ്ഠാന ദേവതകളായ ത്രിമൂർത്തികളോട് മാഘസ്നാനത്തിന് അനുവാദം ചോദിക്കുക. ഈ സംഗമഭൂമിയുടെ മധ്യത്തിലുള്ളത് സാക്ഷാൽ ത്രിപുരസുന്ദരിയായ രാജരാജേശ്വരിയായതിനാൽ രാജരാജേശ്വരിയോട് അനുവാദം വാങ്ങുക. പ്രത്യക്ഷ ഗംഗയായ നിളാസിന്ധുവിനോട് അനുവാദം വാങ്ങുക. എല്ലാവരും അഞ്ജലി മുദ്രയിൽ അല്പം ജലം കയ്യിലെടുത്ത് ഇവിടെ നിന്ന് ചൊല്ലിത്തരുന്ന മന്ത്രം ഓരോ ഋക്ക് ചൊല്ലിയാലും ആ കൈക്കുമ്പിളിലെ ജലം മൂർധാവിലേക്ക് അഭിഷേകം ചെയ്യുക. ഓരോ ഋക്കായി ചൊല്ലിത്തരാം. ശിരസിൽ തളിക്കുക. വീണ്ടും ജലം അഞ്ജലി മുദ്രയിൽ കയ്യിലെടുത്ത് കളിക്കുക. വീണ്ടും എടുക്കുക. ഓം ശന്നോ ദേവീരഭിഷ്ടയ ആപോ ഭവന്തു പീതയേ ശയ്യോരഭിസ്രവന്തു നഃ. കളിക്കുക. ഇതിന്റെ ഒരു ഭാവം ഒന്ന് മനസ്സിലാക്കണം. അതായത് നല്ലതുപോലെ മനസ്സിലാക്കണം. എന്താണ് മാഘസ്നാനം അഥവാ എന്താണ് സനാതന ധർമ്മം എന്ന്
ഋഗ്വേദം പഠിപ്പിക്കുന്നത്, ഋഗ്വേദവും അഥർവവേദവും പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ഉഷതീഹി യഹാ വഹാ ശിവതമഃ രസഃ തസ്യ ഭാജതേ ഉഷതീഹി ഇവ മാതരഃ, ഉഷതി മാതരഃ ഉഷതീഹി ഇവ. എങ്ങനെയാണോ ജനിച്ചു വീണ, പെറ്റു പിറന്നു വീണ സന്താനങ്ങളോട് ഒരു അമ്മയ്ക്കുണ്ടാകുന്ന സ്നേഹവും വാത്സല്യവും, അതുപോലെയാണ് ജലദേവത ഈ തീർത്ഥം നമ്മെ സ്നേഹിക്കുന്നത് എന്നതാണ് ഇപ്പൊ ചൊല്ലിയ ഒരു മന്ത്രത്തിന്റെ അർത്ഥം. അപ്പോൾ പിറന്നു വീണ കുഞ്ഞിനെ അമ്മ മാറോടണയ്ക്കുന്നത് പോലെയാണ് ഈ നിളാസിന്ധു, ഈ തീർത്ഥം നമ്മെ മാറോടണയ്ക്കുന്നത് എന്നാണ് ഇതിന്റെ ഒരു ഭാവം. ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജ്ഞാനസ്വരൂപിണിയായ ഗംഗയിൽ സ്നാനം ചെയ്യുന്നതിന് ആവശ്യമായ ശാരീരിക മനോശുദ്ധികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രിയകളാണ്. തീർത്ഥം, അതായത് അഞ്ജലി മുദ്രയിൽ കയ്യിൽ അഞ്ജലി നിറച്ച് ജലം കയ്യിലെടുക്കുക. സപ്തശുദ്ധി. ഓം പ്രാണാപാന വ്യാനോദാന സമാനാമേ ശുദ്ധ്യന്താ ജ്യോതിരഹം വിരജാപി പാപ്മാ ഭൂയാസഗ്ന സ്വാഹ. ശിരസിൽ തെളിക്കുക. അവനവന്റെ പഞ്ചപ്രാണനുകളും ശുദ്ധമാകുന്നതിന് വേണ്ടി ഒന്നാമത്തെ സ്നാനം. 2, വാക്ക്, മനസ്സ്, ചക്ഷുസ് തുടങ്ങിയിട്ടുള്ള എല്ലാം ശുദ്ധമാകുന്നതിന് വേണ്ടി രണ്ടാമത് തീർത്ഥം. ഓം വാങ് മനശ്ചക്ഷു ശ്രോത്ര ഘ്രാണ ജിഹ്വ രേതോ ബുദ്ധ്യാകൃതി സങ്കൽപ്പാമേ ശുദ്ധ്യന്താ ജ്യോതിരഹം വിരജാപി പാപ്മാ ഭൂയാസഗ്ന സ്വാഹ. കളിക്കുക. വീണ്ടും എടുക്കുക. ശിരസ്, പാണി, പാദം, പൃഷ്ഠം, ഉദരം, ജംഘ, ശിഷ്ണം, ഉപസ്ഥം തുടങ്ങിയവ ശുദ്ധമാക്കുവാൻ വേണ്ടിയിട്ടുള്ള മൂന്നാമത് ശുദ്ധി. ഓം ശിര പാണി പാദ പാർശ്വ പൃഷ്ഠോദര ജംഘ ശിഷ്ണോപസ്ഥപായ ഭൂമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാപി പാപ്മാ ഭൂയാസഗ്ന സ്വാഹ. അടുത്ത ത്വക്ക്, ചർമ്മം, മാംസം, രുധിരം, അസ്ഥി, മജ്ജ തുടങ്ങിയവ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്നാനം. ഓം ത്വക്ചർമ്മ മാംസ രുധിരമേദോ മജ്ജാസ്ഥിനിമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാപി പാപ്മാ ഭൂയാസഗ്ന സ്വാഹ. കളിക്കുക. പഞ്ച തന്മാത്രകളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രം. ഓം ശബ്ദസ്പർശ രൂപരസഗന്ധാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാപി പാപ്മാ ഭൂയാസഗ്ന സ്വാഹ. കളിക്കുക. പഞ്ചഭൂതങ്ങളുടെ ശുദ്ധിക്ക്. ഓം പൃഥിവ്യാപസ്തേജോ വായുരാകാശോ മേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാപി പാപ്മാ ഭൂയാസഗ്ന സ്വാഹ. കളിക്കുക. മനസ്സ്, അന്തഃകരണ ശുദ്ധിക്ക്. ഓം മനോബുദ്ധ്യഹങ്കാര ചിത്തം മേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാപി പാപ്മാ ഭൂയാസഗ്ന സ്വാഹ. കളിക്കുക. ഇത്രയും കഴിഞ്ഞാൽ ബാഹ്യശുദ്ധി ഇതോടുകൂടിയായി. ഇനി ആന്തരിക ശുദ്ധിയാണ് വേണ്ടത്. അതിനെല്ലാവരും തന്നെ സൂര്യനെ സാക്ഷിയായി നിവർന്നു നിന്ന് ഒരു ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം ഉള്ളിൽ നിർത്തി ഇവിടെ നിന്ന് ചൊല്ലിത്തരുന്ന മന്ത്രം നിർബന്ധമായും മനസ്സിൽ ചൊല്ലുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിൽ നിർത്തി അച്യുതായ നമഃ എന്ന് ചൊല്ലി പ്രാണൻ പതിയെ പുറത്തേക്ക് വിടുക. വീണ്ടും പ്രാണൻ ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിൽ നിർത്തുക. അനന്തായ നമഃ. പ്രാണൻ പതിയെ പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം എടുക്കുക.
മം ഗോവിന്ദായ നമഃ. ശ്വാസം പുറത്തേക്ക് വിടുക. കണ്ണടച്ച് ഏകാഗ്രതയോടുകൂടി തീർത്ഥം അഥവാ ഈ നിലാസിന്ധു പ്രത്യക്ഷ നാരായണനാണെന്ന് സങ്കല്പിക്കുക. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യാനുള്ളതാണ്. വളരെ ഗൗരവമുള്ള ഒരു ഭാഗമാണ്. ഇതോടുകൂടിയാണ് സ്നാനം നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്വസ്ഥമായി അവനവന്റെ നട്ടെല്ലിനു കീഴെ മൂലാധാരത്തിലൊരു ചൈതന്യത്തെ കൽപ്പിക്കുക. ആ ചൈതന്യത്തെ ശ്രദ്ധിക്കുമ്പോൾ അത് ഇളകുന്നതായി സങ്കൽപ്പിക്കുക. ഇളക്കം വന്ന ആ ചൈതന്യം മൂലാധാരത്തിൽ നിന്നും ക്രമേണ ഉയർന്ന് നാഡീകേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് മൂർധാവിലെത്തി സഹസ്രാര ചക്രത്തിലെത്തി നിൽക്കുന്നതായി ഭാവന ചെയ്യുക. നല്ലതുപോലെ ഭാവന ചെയ്യണം. സഹസ്രാരപത്മത്തിൽ കോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയ ആ ചൈതന്യം ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടിയ നാരായണനാണെന്ന് വിഭാവനം ചെയ്യുക. ആനന്ദഭാവത്തോടുകൂടി സഹസ്രാരപത്മത്തിൽ വിരാജിക്കുന്ന പൂർണ്ണബ്രഹ്മമായ ആ നാരായണനിൽ നിന്നും സുധാരസം അമൃതമാകുന്ന സുധാസിന്ധു ആപ്ലാവനം ചെയ്യപ്പെടുന്നതായി ഭാവന ചെയ്യുക. മൂർധാവിൽ നിന്നും ആപ്ലാവനം ചെയ്യപ്പെട്ട ആ സുധാസിന്ധു അമൃതരസം തന്റെ ശരീരത്തിലെ 72,000-ത്തിലധികം വരുന്ന നാഡികളെ പ്രകാശപൂർണമാക്കുന്നതായും പവിത്രീകരിക്കുന്നതായും സങ്കല്പിക്കുക. താനിപ്പോൾ നാരായണനോളം തന്നെ പരിശുദ്ധനായെന്ന് തിരിച്ചറിഞ്ഞ് നാരായണ സ്വരൂപമായ നിലാസിന്ധുവിൽ ആനന്ദരസത്തോടുകൂടി ആദ്യത്തെ സ്നാനം ചെയ്യുക. എല്ലാവരും ഒരുമിച്ച് പുണ്യോഹം 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 ഹര ഹര ഗംഗേ ജയ ജയ ഗംഗേ 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 ഹര ഹര ഗംഗേ ജയ ജയ ഗംഗേ. വേണ്ടത്ര നാരായണനാമം ചൊല്ലി സ്നാനം തുടരാം. സ്നാനം തുടർന്നവർക്ക് കയറാം. നാരായണനാമം ചൊല്ലി കയറി വന്ന ഭസ്മസ്നാനം ചെയ്ത് നമാമുകുന്ദനെ തൊഴുക. ഇവിടെ ആദ്യത്തെ സ്നാനം പൂർണ്ണമാകുന്നു. ഇത് ത്രിപുരസുന്ദരി സ്നാനം കൂടി ആയതുകൊണ്ട്
ഓൺ ചെയ്തു